ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഈ മീനിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ഈ മീനോടെ എടുത്തു വെച്ചിരിക്കുകയാണ്. മീനെന്ന് പറഞ്ഞാൽ എനിക്ക് പേരറിയത്തില്ല. ഞാൻ മീൻകാരൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് മീനാണെന്ന്. പറഞ്ഞാൽ എന്തോ നെയ്മീനിൽപ്പെട്ടൊരു മീനാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യം തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ 1.5 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് മുളകും മല്ലിപ്പൊടിയും വറുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാക്കി ഒന്നെടുക്കും. പിന്നെ അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കൊച്ചുള്ളിയാണ് ഞാനിവിടെ എടുക്കുന്നത്. കൊച്ചുള്ളി ഒരു 5-6 എത്രത്തോളം കൂടുതലിടുന്നു അത്രത്തോളം ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മുടെ പുളിപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനടുത്താണ് ഇടുന്നത്. പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കും. അതിലേക്ക് തന്നെ വറുത്ത് വെച്ച ഉലുവ അതിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തിങ്ങെടുക്കും. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ച നല്ല നാടൻ തക്കാളിയും നമ്മുടെ വീട്ടിൽ പിടിച്ച നല്ല നാടൻ പച്ചമുളകൊക്കെ ഇട്ട്. അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് ഈ അരപ്പിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കറി അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നീടാണ് ഞാൻ മീൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നത്? മീൻ കറി തിളച്ചതിന് ശേഷമാണോ മീൻ കട്ട് ചെയ്യാറുള്ളത്? ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. മീൻ കറി അടുപ്പത്ത് വെച്ച് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തിളച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ ആദ്യം പോയി മീൻ കട്ട് ചെയ്യും. പിന്നെ അതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ മീൻ ഇടുന്നത്. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ കറി തിളയ്ക്കുമ്പോഴത്തേക്ക് മാത്രമേ മീൻ ഇടുകയുള്ളൂ. നിങ്ങൾ അങ്ങനെയാണോ ചെയ്യാറുള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതിന് ശേഷം നമുക്ക് മീൻ കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.